ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഷീലയ്ക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല കേട്ടോ. കാരണം അനന്തമാഷിനെ പൂട്ടാൻ പറ്റിയ നല്ലൊരു അവസരമാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സുഷീല ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അനന്തമാഷി എൻ്റെ മകന് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിൽ തീർച്ചയായും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റോളാം എന്നും കരുതി സുഷീൽ എന്ത് ചെയ്യുന്നു, നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. ഈ സമയം മാഷാണെങ്കിലോ ഇങ്ങനെ ക്യാൻറ്റീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാഷ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇതേ സമയം അമ്പിളി രഘുവൊക്കെ ഉണ്ട്. അങ്ങനെ വിവരങ്ങളൊക്കെ പറയാണ്, മജടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ അമ്പിളി പറയാണ്, ഞാൻ അവളോട് സംസാരിച്ചു, അവളോട് ഞാൻ ചോദിച്ചു ഇനി നിനക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് വിളിക്കായിരുന്നില്ലേ എന്തൊക്കെ ഞാൻ ചോദിച്ചു എന്ന് പറയണ കേട്ടോ. ഇതേ സമയം ചീര് പറയാണ്, ഓരോരുത്തരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അതിനൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും അച്ഛൻ ഇവിടെ ഓരോ ടെൻഷനിലാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അച്ഛന് എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അച്ഛനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അച്ഛന് ഓവർ ടെൻഷനാണ്. ആ സമയം മഞ്ചാടിയുടെ കാര്യം അമ്പിളി ചേച്ചി ഇനി എന്തായാലും ഇവിടെ പറയണ്ട എന്ന് പറയുമ്പോൾ അമ്പിളി പറയാണ്, ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. എന്തായാലും അച്ഛൻ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അച്ഛനൊന്നും അറിയാത്തതുപോലെ നമുക്ക് മുന്നിൽ അഭിനയിക്കുന്നതല്ല. അച്ഛൻ എന്തോ ഒരു കടുത്ത തീരുമാനം അവൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അത് ഇനി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവൾ നടക്കുന്നത്. നിൻ്റെ ഈ പ്രശ്നം കാരണം അവളുടെ ബർത്ത്ഡേ പഞ്ചരത്നത്തിൽ വെച്ച് ആഘോഷിക്കുന്നു എന്നും പിന്നീട് ഒരു കടുത്ത തീരുമാനം എടുക്കുമെന്നും അന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അത് എനിക്കും രഘുവേട്ടനും അറിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ ഞങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടി എന്നൊക്കെ ചിരുവിനോട് അനുപമയോടൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, എന്തായാലും ആ കാര്യങ്ങൾ ഇനി സംസാരിക്കണ്ട, അത് അച്ഛൻ തന്നെ തീരുമാനം എടുത്തോളും എന്ന് അനുപമയും പറയാണ് കേട്ടോ. ആ സമയമാണ് ഡോറ് തുറന്ന് സുശീല വരുന്നത്. സുശീലയെ കാണുന്ന ഇവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നാ ദേഷ്യഭാവത്തോടു കൂടി എല്ലാവരും നോക്കുമ്പോൾ സുശീല, നിങ്ങളെ എൻ്റെ മകനെ വെച്ച് വീണ്ടും കളിക്കാൻ നോക്കുകയാണ്. എൻ്റെ മകൻ ഒരു കുടുംബമായി ജീവിക്കുന്നതാണ്. അവനെ എൻ്റെ ബന്ധുവായ സുധൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഇനിയും ആ വട്ടം വിനയൻ്റെ ഓരോ വട്ടുകൾ കേട്ട് നിങ്ങൾ എൻ്റെ മകനെ വിളിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും സഹായം പറഞ്ഞ് നിങ്ങൾ എൻ്റെ മകനെ ഈ ചീരുവിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഇപ്പോൾ ഇവളുടെ വയറ്റിലെ കുഞ്ഞ് നാളെ ഈ വട്ടം വിനയൻ അത് സത്യൻ്റെതാണെന്ന് പോലും പറയാൻ മടിക്കില്ല. അത്രയും വൃത്തികെട്ടവനാണ് അവൻ എന്നൊക്കെയുള്ള അസഭ്യ വാക്കുകൾ പറയാനിട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി രഘുവിനെ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കേണ്ട. അമ്പിളി അങ്ങ് പൊട്ടിത്തെറിക്കണേ. ഇതേ തള്ളെ വായിൽ തോന്നിയത് ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടോ, ഞാൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതല്ല തെറ്റ്. ഇവിടെ വിനയൻ എന്തിനാണ് സത്യനെ വിളിച്ചിരിക്കുന്നത്? സത്യനെ വിളിച്ച് എന്തിന് സഹായം തേടിയിരിക്കുന്നു? ഇവളെ ഉപദേശിക്കാൻ നിങ്ങളൊക്കെ പോരെ? എൻ്റെ മകൻ തന്നെ ഈ നിൽക്കുന്ന ചീരുവിനെ ഉപദേശിക്കണോ? പണ്ടെങ്ങാനോ ഇവർ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് കരുതി എൻ്റെ കുഞ്ഞിനെ ഇനിയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ സുശീല ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറയുന്നത് കേട്ടോ. ഈ സമയം അങ്ങ് അമ്പിളിക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇതേ നിങ്ങൾ അനുപമയുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ്റെ അന്ന് അവിടുന്ന് ആ പണം തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചതും പോരാ, പിന്നെയും നിങ്ങൾ ഇവിടെ വന്ന് ചിലക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇത് ദേഷ്യം വിനയനെയാണ് കേട്ടോ ചിരുവിനെ തോന്നുന്നത്. കാരണം എല്ലാവരെയും വിനയൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് ചീരുവിന് മനസ്സിലായി തുടങ്ങി കേട്ടോ. ഈ സമയം ചീരു പറയണേ, നിങ്ങളെന്തായാലും പേടിക്കണ്ട, ഇവിടെ ആരും സത്യേട്ടനെ ഉപദേശിക്കാനോ സഹായം തേടാനോ വിളിക്കില്ല, നിങ്ങളെ മക്കളെ എന്തായാലും വിളിക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ സുശീല പറയണേ, വിളിച്ചു കഴിഞ്ഞാൽ അടിവേര് തൊട്ട് ഞാനങ്ങ് തോണ്ടും. പിന്നീട് അനന്തമാഷിൻ്റെ മക്കൾക്കാർക്കും ജീവിക്കാൻ പറ്റാതെ അനന്തമാഷും മക്കളും കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് സുശീല പോകുമ്പോൾ ഉടൻ തന്നെ അമ്പിളി, ഈ തള്ളയെ കൊണ്ട് എവിടെ നോക്കിയാലും സമാധാനമില്ലല്ലോ എന്നിങ്ങനെ പറയട്ടോ. അത് കേട്ടോടെ തന്നെ ചീരി പറയാണ്, ആ തള്ളയെ കൊണ്ട് എല്ലാ സമാധാനക്കേട് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വിനയേട്ടനെ കൊണ്ടാണ്. വിനയേട്ടൻ എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീക്ക് വിളിച്ചത്, സത്യേട്ടനെ വിളിച്ചത്? സത്യേട്ടനെ വിളിക്കേണ്ട ആവശ്യം വിനയൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്പിളി, ചീരു, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പേടി തന്നെയാണ്. പിറക്കാത്ത കുഞ്ഞിന് വേണ്ടിയാണ് നീ ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലുത് ഞങ്ങൾക്ക് നീയാണ്. നിൻ്റെ കുഞ്ഞുങ്ങളും നീയും. അതുപോലെ നിൻ്റെ കുഞ്ഞിനെ നോക്കാൻ എന്തായാലും അമ്മ വേണ്ട. അമ്മയില്ലാതെ ആ കുഞ്ഞുങ്ങളെ ഞങ്ങളൊക്കെ വളർത്തു തീർക്കും. പക്ഷെ അതല്ലല്ലോ കാര്യം. പിറക്കാത്ത കുഞ്ഞിനെ, കാണാത്ത കുഞ്ഞിന് വേണ്ടി നീ എന്തായാലും ഇത്രയും വലിയ റിസ്ക് എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ
ചീരു പറയണേ, അച്ഛൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ അച്ഛൻ എന്നോട് ഇങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞതിന് പ്രകാരം എന്നോട് അഭിപ്രായം പറഞ്ഞെങ്കിൽ ഒരിക്കലും അച്ഛൻ ഒരു കുരുന്നു ജീവനെ ഇല്ലാതാക്കുന്നതിൽ ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. പണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമില്ല, ഇതങ്ങ് പോയി കിട്ടിയെങ്കിൽ തോന്നിയിരുന്നു. പക്ഷെ ഓരോ ദിവസവും ഇപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. അതിൻ്റെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും എനിക്കും കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതെ ഞാൻ പ്രസവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. ഈ സമയമാണ് സുശീൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അനന്ത മാഷ് കാണുന്നത്. അങ്ങനെ മാഷ് അങ്ങ് അകത്തോട്ട് കയറി വരികയാണ്. എന്തിനാ ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ സത്യനെ വിളിച്ച് വിനയൻ ചിരുവിനെ ഉപദേശിക്കാൻ വേണ്ടി സഹായം തേടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അവരിവിടെ വാൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ചിരുവിൻ്റെ ജീവിതം കുളം തോണ്ടുന്ന സംശയരോഗിയായ വിനയൻ ഇനിയും എൻ്റെ മകൻ്റെ നേർക്കെടുത്താൽ ഞാൻ വെറുതെ വിടില്ലെന്നോ, ഇനി മേലിൽ എൻ്റെ കുടുംബത്തോട് സഹായം ചോദിച്ചു വരരുതെന്നോ എന്നൊക്കെ പറഞ്ഞ് അവരിവിടെ നിന്നും പോയി എന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന മാഷിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. വായിൽ തോന്നിയ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവർക്കിടയിൽ കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുമെന്ന് മനസ്സിലാക്കി മാഷി പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പോവാണേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് വിനയൻ ഇങ്ങനെ ലതികയുടെ ലംബുരന്തരൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ലതിക ചോദിക്കാൻ എന്താ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിനയൻ കരച്ചിൽ നാടകം നടത്താണ് കേട്ടോ. വിനയൻ പൊട്ടി പൊട്ടി കരയാണ്. അത് കണ്ട ഉടൻ തന്നെ എന്തിനാ മോനെ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയണം, ഞാൻ അമ്മേ ചീരു ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് വേണമെന്നായിരുന്നു. കാരണം എനിക്ക് പിറക്കാൻ പോകുന്ന ഒരു മോനാണെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. അത് കേൾക്കുന്ന ലംബോദരൻ പറയാണ്, വിനയ നീ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ നീ മോനാണെന്ന് പ്രതീക്ഷ കൂട്ടണ്ട. ഒരു പക്ഷെ നാളെ അത് പെൺകുട്ടി ആണെങ്കിലോ. അത് കേട്ട ഉടൻ തന്നെ വിനയം പറയാം, അതെന്ത് കുഞ്ഞോ ആയിക്കോട്ടെ, അതെൻ്റെ കുഞ്ഞ് തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ചീരുവിൻ്റെ ജീവനാണ് അമ്മയെ വലുത്. ചീരുവിന് അതിനെന്താ പ്രശ്നം എന്നിങ്ങനെ ലതിക ചോദിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വീഴ്ചയിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലെന്നും അതുപോലെ പ്രസവ സമയത്ത് ഒരാളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ കുഞ്ഞ് അതല്ലെങ്കിൽ ചീരു ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ഉറപ്പ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അമ്മയെ റിസ്ക് എടുക്കുന്നത്? ചീരു പ്രസവിക്കുന്നത് വരെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ചീരു പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ചിരുവിൻ്റെ ജീവൻ കളയരുത്. അതുകൊണ്ട് ചിരുവിനെ എനിക്ക് വേണം അമ്മേ എന്നൊക്കെ പറഞ്ഞു വിനയൻ്റെ ആ കരച്ചിൽ നാടകം നടത്തുമ്പോൾ മോനെ നീ സമാധാനപ്പെട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലംബോദരൻ ചോദിക്കണം, അല്ല ചീരുവിൻ്റെ അഭിപ്രായം എന്താണ്? ചീരു ആ കുഞ്ഞിനെ പ്രസവിക്കുമെന്നാണ് ചീരുവിൻ്റെ അഭിപ്രായം എന്ന് വിനയൻ പറയുമ്പോൾ ലതിക കരയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ വിധിയില്ലേണാവോ എന്നൊക്കെ പറയുമ്പോൾ വിനയൻ്റെ മുഖം മാറി മറിയുന്നു കേട്ടോ. ഇതേ സമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞ അനന്തമാഷ് നേരെ സുശീലയുടെ അടുത്തോട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഗേറ്റ് തള്ളി തുറക്കാണ്. വലിയ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അനന്തമാഷ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ സുശീല ഉമ്മറത്തോട്ട് വരികയാണ്. ആ ബെല്ല് നിർത്താതെ ആ മണിയടി ശബ്ദം വരുമ്പോൾ സുശീല ആരെന്നറിയാൻ പുറത്തോട്ട് വരുമ്പോൾ സുശീലയോട് പറയണേ, ദേ സുശീലെ, നീ ഇനിയും എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ ആ നാക്കും നിന്റെ ഈ കൈയും ഞാൻ വിലങ്ങ് വെച്ചിരിക്കുമെന്ന് പറയുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാലമായി നീ എന്നെയും എൻ്റെ മക്കളെയും ഒരുപാടിട്ട് ദ്രോഹിക്കുന്നു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ കേട്ടിരിക്കുന്നു. ഇനി മേലിൽ സുശീല എൻ്റെ മക്കളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും സുശീല നിന്റെ കൈകളിൽ വിലങ്ങ് വീണിരിക്കുമെന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് ഏറെ ദേഷ്യവും വൈരാഗ്യമാവുകയാണ് കേട്ടോ. ആഹാ, അയാൾ എന്നെ ഈ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെങ്കിൽ അയാളെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന ആ ഒരു അഹംഭാവമായി സുശീല മുന്നോട്ട് പോവാണ് കേട്ടോ.